കൊച്ചി നെട്ടൂർ മാർക്കറ്റിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന ഭാഗത്ത് തീപിടിച്ചു. വൈക്കോൽ കുമ്പാരത്തിൽ നിന്നുമാണ് തീ പടർന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നെട്ടൂർ മാർക്കറ്റിന്റെ പിറകുവശത്തായിട്ട്, അതായത് ഈ കാണുന്ന ഭാഗത്താണ് ആദ്യം തീ പിടിച്ചത്. വൈക്കോലിന് തീയിട്ടു എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ വൈക്കോൽ കിടന്ന ഭാഗത്ത് തീ പിടിക്കുകയും അത് പിന്നീട് ഈ മാലിന്യ കൂമ്പാരങ്ങൾ, അതായത് പ്ലാസ്റ്റിക് അടക്കം കൂട്ടിയിട്ടിരുന്ന മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് തീ പടരുകയുമാണ് ചെയ്തത്. ഈ മാർക്കറ്റിലെ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന ട്രേകൾ ഉൾപ്പെടുന്ന ആ ട്രേകൾ ഒരു കൂമ്പാരമാക്കി കൂട്ടിയിട്ടിരുന്ന ഭാഗത്തേക്ക് തീ പടരുകയും കൂടുതലായിട്ട് ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് തീ ആളിക്കത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ ഏകദേശം 1:30 മണിയോട് കൂടിയാണ് ഈ തീ ആളിപ്പടരുന്നത് ആളുകൾ കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും ഈ മാർക്കറ്റിലെ തൊഴിലാളികളും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് ഈ മാർക്കറ്റിന്റെ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്തിരുന്നു. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുകയും ചെയ്തേനെ. എന്തായാലും ആ പ്രദേശത്തേക്ക്, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ ഈ ഗോഡൌണിന്റെ ഭാഗത്തേക്കും തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തിയത്. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് തൃപ്പൂണിത്തുറയിലെയും അരൂരിലെയും ഗാന്ധിനഗറിലെയും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും അണയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് തീ പടർന്നു കയറിയതാണ് ഈ കൂടുതൽ തീ വ്യാപിക്കാൻ കാരണമായത്. എന്തായാലും വൈക്കോൽ കൂനയിലാണ് അത് ആരോ തീ ഇട്ടതാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഈ തീ ആളിപ്പടരാനുള്ളതും ഒപ്പം തന്നെ ഈ കാറ്റിന്റെ ഗതിയും ഈ കൂടുതലായിട്ട് ഈ പ്രദേശത്തേക്ക് തീ ആളിക്കത്തുവാൻ കാരണമായി. എന്തായാലും നിലവിൽ തീ പൂർണ്ണമായിട്ടും അണച്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്.